സ്വാഗതം. ഇന്നൊരു രാഷ്ട്രീയ വിശകലനമായിക്കോട്ടെ. പാലക്കാട് ആര് വരും ഇനി? കാര്യം പാലക്കാടുള്ള 3 പേരും വീണു, ടപോനെ വീണു ലൈംഗിക ആക്രമണത്തിൽ. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിക്കറ്റ് വീണു. അത് സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ നിന്നൊരു വിക്കറ്റാണ്, അത് വീണു. അടുത്ത് മുഹമ്മദ് അഷറുദ്ദീനെ പോലെ നിന്ന് അടുത്ത ആളിൻ്റെ വിക്കറ്റ് ഡോക്ടർ സരിൻ ഉണ്ടായിരുന്നു, അദ്ദേഹം വീണു. പിന്നെ വിനോദ് കാമ്പളി എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ വന്നിറങ്ങി അത് ആപത്ത് ഘട്ടത്തിലും രക്ഷിച്ചെടുക്കുന്ന ശ്രീകൃഷ്ണകുമാർ ഉണ്ടായിരുന്നു. അങ്ങനെ 3 വിക്കറ്റും വീണു. അപ്പോൾ ഇനി ആരാണ് അടുത്ത വരാൻ നിൽക്കുന്നത്? വിക്കറ്റല്ല കേട്ടോ, അടുത്ത് വീഴാൻ നിൽക്കുന്നില്ല, വരാൻ നിൽക്കുന്നത്. പാലക്കാട് രാഷ്ട്രീയം എങ്ങനെ തിരിയും എന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ കാണുക, ഞങ്ങൾക്ക് ആവശ്യമായ സബ്സ്ക്രിപ്ഷനൊക്കെ അയച്ചു തരിക, ഞങ്ങളുടെ മെമ്പർഷിപ്പ് എടുക്കുക. അതിൻ്റെ ജോയിൻ കോളത്തിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. 3 ടൈപ്പ് മെമ്പർഷിപ്പാണുള്ളത്. സംഭാവനകൾ അയച്ചു തരിക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ നിങ്ങൾ വളർത്തിയെടുക്കണം. ഇനി പാലക്കാട് എന്താ സംഭവിക്കുക? പാലക്കാട് സംഭവിക്കാൻ പോകുന്നത് ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്നൊരു ചോദ്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ 6 മാസത്തിൽ കൂടുതൽ സമയമുണ്ടെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാം. പക്ഷേ ഇനിയിപ്പോൾ സെപ്റ്റംബർ ആയല്ലോ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 8-9 മാസമുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് ഒരു തിരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ പിന്നെ ആരാണ് പാലക്കാട്? പാലക്കാട് ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സന്ദീപ് വാര്യർ കോൺഗ്രസിന് വേണ്ടി പാലക്കാട് ഇപ്പോൾ ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം സരിൻ അവിടെ ഇനി ജയിക്കാൻ സാധ്യതയില്ല. പിന്നെ അതുപോലെ തന്നെ സരിൻ ഇടതുപക്ഷത്തിലാണ് നിന്നത്, ഇനി വലതുപക്ഷത്ത് വരാനൊന്നും സാധ്യതയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യവും പോയി. അവിടെ ഇനി നിൽക്കുന്നത് ആര് എന്നുള്ള ചോദ്യമുണ്ട്. അത് സന്ദീപ് വാര്യറാണ് നിൽക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം കൂടെ മനസ്സിലാക്കുക. ഷാഫി പറമ്പിൽ മന്ത്രിയാവാൻ സംസ്ഥാനത്ത് വരുമോ? വേറൊരു ചോദ്യം കറങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിൽ വടകര രാജിവെച്ചിട്ട് ഷാഫി പറമ്പിൽ വീണ്ടും പാലക്കാട് നിന്ന് മത്സരിക്കുമോ? കാരണം പാലക്കാട് നിന്ന് പോകുമ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തിരിച്ചു വരുവേൻ, രജനീകാന്ത് സ്റ്റൈലിൽ ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ കേരളത്തിലെ പാലക്കാട് രാഷ്ട്രീയം പിടിക്കുന്നതിന് രാഹുൽ മാങ്കൂട്ടം പോയല്ലോ. പാലക്കാട് രാഷ്ട്രീയം നിലനിർത്തുന്നതിനും അത് BJP കൊണ്ടുപോകാതിരിക്കാനും കേരള അസംബ്ലിയിൽ ഷാഫി വരാനും മന്ത്രിയാക്കാനുമൊക്കെ ഉള്ള ചെറുപ്പക്കാരിൽ നിന്നും മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, ചെറുപ്പക്കാരനാണ്, നല്ല കഴിവ് തെളിയിച്ച ആളാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം എന്നുള്ളതല്ല, ഷാഫി പറമ്പിലിനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇറക്കുമോ? അങ്ങനെയാണെങ്കിൽ പാലക്കാട് ഷാഫി പറമ്പിൽ വേഴ്സസ് ശോഭാ സുരേന്ദ്രനായിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ സന്ദീപ് വാര്യർ വേഴ്സസ് ശോഭാ സുരേന്ദ്രനായിരിക്കും. അപ്പോൾ CPMൽ ആര് എന്നൊരു ചോദ്യമുണ്ട്. ചിലപ്പോൾ ശശി ഇറങ്ങും, അല്ലെങ്കിൽ NN കൃഷ്ണദാസുണ്ട്. പിന്നെ അല്ലെങ്കിൽ CPMൽ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. പലരെയും പേര് നമുക്കറിയില്ല. എന്തായാലും CPM അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചുകൊണ്ട് വരും. ഡോക്ടർ സരിനെ കൊണ്ടുവന്നതുപോലെ കോൺഗ്രസിൽ നിന്നോ മറ്റേതെങ്കിലും പാർട്ടിയിൽ നിന്നോ സ്വതന്ത്രനായിട്ടുള്ള ആരെങ്കിലും പിടിച്ചുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും പാലക്കാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിൽക്കുന്ന 3 പേർക്കും, അത് BJPയിലെ ശ്രീകൃഷ്ണകുമാർ ആയാലും, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് ആയാലും, ഡോക്ടർ സരിൻ ഇടതുപക്ഷമായാലും നിൽക്കാനുള്ള ഒരു സാധ്യതയുമില്ല. നിന്നാൽ ജനങ്ങൾ വോട്ട് ചെയ്യാനും സാധ്യതയില്ല. സ്ത്രീകളൊന്നും ഒരു കാരണവശാലും വോട്ട് ചെയ്യുന്ന വിഷയമല്ല. കാര്യം 3 പേരും പൂങ്കോഴിപ്പടയിൽ 3 പേരെ പേരും വന്നു കഴിഞ്ഞു. പെൺപിടിയന്മാരാണെന്നുള്ള പേരിലേക്ക് 3 പേരെ പേരും വന്നു കഴിഞ്ഞു. അതിൽ സരിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. അദ്ദേഹം അങ്ങനെ ആരെയും ഉപദ്രവിച്ചതായിട്ടൊന്നും വരുന്നില്ല, റേപ്പ് ചെയ്തില്ല, ഉപദ്രവിച്ചില്ല, ജസ്റ്റ് ഒരു ഫോൺ കാളിൽ നിൽക്കുകയെന്നേ ഉള്ളൂ. അതുകൊണ്ട് സരിൻ ചിലപ്പോൾ ജാമ്യം കിട്ടിയേക്കാം. മറ്റ് 2 പേരും കുറച്ചുകൂടെ സീരിയസ് ആയ വിഷയങ്ങളാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പാലക്കാട് രാഷ്ട്രീയം എങ്ങനെ തിരിയും, ആര് വരും, എങ്ങോട്ട് പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ്റെ സമയം തെളിഞ്ഞുവോ, അതോ ഷാഫി പറമ്പിൽ വീണ്ടും അവിടെ ഇറങ്ങി ജയിച്ച് സംസ്ഥാനത്ത് മന്ത്രിയാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.